സഖാവ് അഭിമന്യു നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഏതാണ്ട് 6 കൊല്ലത്തിൽ കൂടുതലായി. 2018 ജൂലൈ മാസം 2-ാം തീയതിയാണ് ആ ചെറുപ്പക്കാരൻ്റെ നെഞ്ചിൽ ചില മതഭ്രാന്തന്മാർ കത്തി കുത്തിയിറക്കിയത്. ഇയാളൊരു നിരപരാധിയായ ചെറുപ്പക്കാരനാണ്, പട്ടിക സമുദായക്കാരനാണ്. വളരെ പിന്നോക്കമായിട്ടിരിക്കുന്ന വട്ടവട എന്ന സ്ഥലത്ത് നിന്ന് എറണാകുളത്ത് മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ വന്നതാണ്. അതേ മൂവാറ്റുപുഴ നിർമ്മല കോളേജിലാണ്, അല്ല കോതമംഗലം MA കോളേജിലാണ് ചേർന്നതെങ്കിൽ ഇങ്ങനൊരു ദുരവസ്ഥ പുള്ളിക്കുണ്ടാകുമായിരുന്നില്ല. എറണാകുളത്ത് തന്നെ സെൻറ്റ് ആൽബർട്ടിലോ തേവര SH കോളേജിലോ ആയിരുന്നെങ്കിലും ഇത് സംഭവിക്കുമായിരുന്നില്ല. ഇവൻ്റെ കഷ്ടകാലത്തിൻ്റെ വലിപ്പം കൊണ്ട് എറണാകുളം മഹാരാജാസ് വലിയൊരു സ്ഥാപനമാണെന്ന് എങ്ങനെയോ തെറ്റിദ്ധരിച്ച് അവിടെ വന്ന് ചേരുകയും അവിടെ വിദ്യാർത്ഥിയായിരിക്കവേ എത്തപ്പൈ എന്ന് പറഞ്ഞ ധീര വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകനായി തീരുകയും അങ്ങനെ പ്രവർത്തിച്ച് വരവേ അർദ്ധരാത്രിയിൽ ക്യാമ്പസ് ഫ്രണ്ടുകാർ എന്ന് പറയുന്ന ഗുണ്ടകളെ പ്രതിരോധിക്കാൻ പോയപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കഠാരി കൊണ്ട് കുത്തേറ്റ് ഒറ്റ കുത്തേണ്ടത് വീരമൃത്യു വരിക്കച്ചു. ഇതാണ് സംഭവം, എല്ലാവർക്കും അറിയുന്നതാണ്. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊന്നും പറയേണ്ടതില്ല. കൊല്ലം 6 കഴിഞ്ഞിട്ടും ഈ കുറ്റവാളികൾ എന്ന് ആരോപിക്കപ്പെടുന്നവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ വിചാരണ ചെയ്ത് ശിക്ഷിക്കാനോ കാരണഭൂതൻ ഭരിക്കുന്ന കേരള സർക്കാരിന് സാധിച്ചിട്ടില്ല. പോലീസ് ഭരണം അദ്ദേഹത്തിന് തന്നെയാണ്, പക്ഷേ സാധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കവേ എറണാകുളത്തെ ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് ഇതിൻ്റെ ഫയൽ തന്നെ കാണാതെ പോയി. കേസിലെ രേഖകളടക്കം സകല സാധനങ്ങളും അന്തരീക്ഷ വായുവിൽ ലയിച്ചു. കാറ്റത്ത് വെച്ച പച്ചക്കർപ്പൂരം പോലെ അലിഞ്ഞുപോയി. എവിടെ പോയിന്ന് ആർക്കും അറിയില്ല. ഹൈക്കോടതിയിലെ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്, കേരള പോലീസും അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ കിട്ടാനില്ല. അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണ് കർത്താവ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ ആളുകൾ എത്ര അന്വേഷിച്ചിട്ടും ഫയൽ കിട്ടിയില്ല. പിന്നെ ഈ ഫയൽ റീകൺസ്ട്രക്റ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഏതായാലും വിചാരണ ഈ ദിവസം വരെ തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ്റെ മരണം ഒരു ദുരൂഹ സമസ്യയായിട്ട് അവശേഷിക്കുകയാണ്. പിന്നെ ഒന്നും ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. പാർട്ടി പണം പിരിച്ചു. എറണാകുളം ജില്ലാ കമ്മിറ്റി മുൻകൈയെടുത്ത് സഖാവ് P. രാജീവ്, CN മോഹനൻ മുതലായ ധീര വിപ്ലവകാരികളുടെ ആഭിമുഖ്യത്തിൽ DYFIക്കാർ വലിയ പിരിവ് നടത്തി. പിരിവ് വലിയ സംഖ്യ പിരിച്ചു. അതിന് ശേഷം അതിൽ ചെറിയൊരു ഭാഗം ഇദ്ദേഹത്തിൻ്റെ സംതപ്തരായ മാതാപിതാക്കൾക്ക് കൊടുത്തു. ഒരു ചെറിയ വീട് പണിയിച്ചു. അഭിമന്യുവിൻ്റെ സഹോദരിയുടെ വിവാഹം നടത്തി. അമ്മയ്ക്കും അച്ഛനും കുറേശ്ശെ പൈസ പോക്കറ്റ് മണിയായിട്ട് കൊടുത്തു. ഈ പിരിച്ചതിൽ സിംഹഭാഗം ഉപയോഗിച്ച് എറണാകുളത്ത് SFIക്ക് ഒരു ആസ്ഥാന മന്ദിരം പണിയിച്ചു, സ്ഥലം വാങ്ങിച്ചു. അവിടെ മനോഹരമായ ഒരു കെട്ടിടവും പണിയിച്ചു. ഞാൻ ആ കെട്ടിടം വഴിയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ലിസി ആശുപത്രിയുടെ അവിടെ നിന്ന് ലേശം കൂടി മാറിയിട്ടാണ്. നല്ല മനോഹരമായ കെട്ടിടമാണ്. SFIക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. നമ്മുടെ സഖാവ് കുത്തേറ്റ് മരിച്ചിട്ടാണെങ്കിലും ഇങ്ങനൊരു ആസ്ഥാന മന്ദിരം ഉണ്ടായല്ലോ എന്ന് കരുതി. അതിനപ്പുറത്തേക്ക് വേറൊന്നും നടന്നില്ല. അപ്പോൾ അഭിമന്യു പിന്നെ എല്ലാ കൊല്ലവും ജൂലൈ 2-ാം തീയതി സഖാക്കൾക്ക് ഓർമ്മ പുതുക്കാനും വർഗീയത തുലയട്ടെ എന്ന് പറയാൻ, അതിനപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല. പക്ഷേ അങ്ങനെ ഒരു അവസരം കിട്ടി. എല്ലാ കൊല്ലവും മഹാരാജാസിൽ നടക്കും, മറ്റു കോളേജിലൊക്കെ നടക്കും. SFIക്കാർ എവിടെയുണ്ടോ അവിടെയൊക്കെ അഭിമന്യുവിൻ്റെ അനുസ്മരണം നടക്കും. അങ്ങനെ അഭിമന്യു സഖാവ് ഇങ്ങനെ ധീരനായിട്ട് എല്ലാ ഭിത്തിയിലും വെട്ടിത്തിളങ്ങി നിൽക്കവെയാണ് പുതിയൊരു വാർത്ത വരുന്നത്. അതെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് ചില സാംസ്കാരിക പ്രവർത്തകർ, വേറെ ആരുമല്ല, SFI അല്ല, DYFI അല്ല, മാർക്സിസ്റ്റ് പാർട്ടിയല്ല, CITU അല്ല, ആരുമല്ല, ജനാധിപത്യ മഹിളാ അസോസിയേഷനും അല്ല, പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ഒരു അവാന്തര വിഭാഗം, എന്തോ തിരുവിടം കൾച്ചറൽ തേങ്ങാക്കൊല എന്നാണ് അതിൻ്റെ പേര്, മാനവീയം തെരുവിടം കൾച്ചറൽ കോംപ്ലക്സ് മറ്റുമാണ്, എന്ത് കോംപ്ലക്സ് ആവും. അവർ അഭിമന്യുവിൻ്റെ പേരിൽ സ്കോളർഷിപ്പ് ഏർപ്പെടുത്താൻ വേണ്ടി പണം പിരിച്ചു എന്നാണ് പറയുന്നത്. 2018 അഭിമന്യു മരിക്കുന്നത്. ആ കൊല്ലം തന്നെയാണ് പണപ്പിരിവ് നടത്തിയത്. പിരിച്ചത് എത്ര രൂപയാണെന്ന് ആർക്കും അറിയില്ല. ഇത് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ തൂലികാനാമത്തിലല്ല പിരിച്ചത്, അവരുടെ റെസിറ്റ്യൂറ്റ് ഉപയോഗിച്ചുമല്ല പിരിച്ചത്. ഈ ഊരും പേരുമില്ലാത്ത അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഇല്ലാത്ത സംഘടനയുടെ പേരിലാണ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകർ തന്നെയാണ് ഈ സംഘടനയുടെയും കുൺസാണ്ടർമാർ. അവർ പിരിച്ച പൈസ എവിടെയെന്നുള്ള അവർക്കും അറിയാം, ദൈവത്തിനും അറിയാം, വേറെ ആർക്കും അറിയില്ല. സഹകരണ ബാങ്കിലാണോ, അതോ ജില്ലാ ബാങ്കിലാണോ, അതോ ദേശാൽകൃത ബാങ്കിലാണോ, അതോ ഷെഡ്യൂൾഡ് ബാങ്കിലാണോ, ബ്ലേഡ് കമ്പനിയിലാണോ, ആവോ ദൈവത്തിനറിയാം. ഏതായാലും കാശ് പിരിച്ചു എന്നുള്ള എല്ലാവർക്കും അറിയാം. പിരിച്ച പൈസയിൽ 5 നയാ പൈസ പോലും ആർക്കും ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് നമുക്കറിയാം. ഇതുകൊണ്ട് ഒരു കുട്ടിക്ക് പോലും ഇന്ന ദിവസം വരെ സ്കോളർഷിപ്പ് കൊടുത്തിട്ടില്ല. ഇതൊരു വിവാദമായി കഴിഞ്ഞപ്പോൾ 2022-ാം ആണ്ടിൽ, അതായത് അഭിമന്യു മരിച്ച് 4 കൊല്ലത്തിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് പൈസ, ഏതാണ്ട് 3.5 ലക്ഷം രൂപ മറ്റും കേരള ബാങ്കിൽ നിക്ഷേപിച്ചു. അതവിടെ കിടപ്പുണ്ട്.
അതിനപ്പുറത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പും കൊടുത്തിട്ടില്ല. ഈ പിരിച്ച കാശിൻ്റെ കണക്കും ആരോടും പറഞ്ഞിട്ടില്ല. പിരിച്ചവർക്കറിയാം, കണക്കൊക്കെ കൃത്യമുണ്ടെന്നുള്ളത്. പക്ഷേ എത്ര രൂപ പിരിച്ചു, എത്ര ബാങ്കിലിട്ടു, എന്തുകൊണ്ട് ബാങ്കിലിടുന്നതിൽ താമസമുണ്ടായി, ഇതിനൊന്നും യാതൊരു ഉത്തരവുമില്ല, യാതൊരു മറുപടിയില്ല, ഒന്നുമില്ല. അതാണ് പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ ഒരു പ്രത്യേകത. പുരോഗമന കലാ സാഹിത്യ സംഘം വെച്ചാൽ വേറൊരു സംഘടനയല്ല. അവരിതുപോലെയൊക്കെയുള്ള ഉടായിപ്പുകൾ നടത്തുന്ന ആളുകളാണ്. അപ്പോൾ ഇതിലൊന്നും നമുക്ക് യാതൊരു അത്ഭുതമില്ല. ഇത് കേൾക്കുമ്പോൾ പയ്യന്നൂർ എന്താണ് RSSകാരുടെ കുത്തേറ്റ് മരിക്കാൻ ധനരാജിൻ്റെ കുടുംബത്തിന് വേണ്ടി പിരിച്ച പൈസ, ആ പൈസ ആ നേതാക്കന്മാർ അവരുടെ പേരിൽ നിക്ഷേപിക്കും. പിന്നെ അവരുടെ ഭാര്യയ്ക്ക് സ്വർണ്ണപ്പണ്ടം പണിയിക്കും. പെൺമക്കളെ ആ കാശെടുത്ത് ആർഭാടമായിട്ട് കല്യാണം നടത്തി കൊടുക്കുകയൊക്കെ ചെയ്ത് നമുക്കറിയാം. പണ്ട് ഇങ്ങനെയൊക്കെ ചേർന്ന് കോൺഗ്രസ്സുകാർക്ക് എന്ത് ചെയ്യാം, മുസ്ലിം ലീഗുകാർക്ക് ചെയ്യാം, BJPക്കാർക്ക് ചെയ്യാം. പക്ഷേ സഖാക്കളും കൂടി ഈ നിലപാടത്തിൽ എത്തിയെന്നുള്ളതാണ്. അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ഇത് CPMൽ പ്രവർത്തിക്കേണ്ട ആളുകളല്ല ഇപ്പോൾ CPMൽ പ്രവർത്തിക്കുന്നത്. എല്ലാവിധ പാർലമെൻ്ററി ജീർണതകളുമുള്ള നമ്മുടെ നാട്ടിലെ എല്ലാ ബൂർഷ്വാ പാർട്ടികളെക്കാളും ബൂർഷ്വായിട്ടുള്ള ഒരു പാർട്ടിയാണ് CPM. അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇവന്മാരുടെ വാക്ക് വിശ്വസിച്ച് അഭിമന്യുവിൻ്റെ പേരിൽ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുമെന്ന് തെറ്റിദ്ധരിച്ച് പണം കൊടുത്ത ആളുകളെ മാത്രം പറഞ്ഞാൽ മതി, മറ്റവരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ കാശ് കൊടുത്ത ആൾക്കാർക്ക് പറയാം ഇത് ഇരുമ്പ് പിടിച്ച വെള്ളമാണ്, ഇതുകൊണ്ട് ആർക്കും സ്കോളർഷിപ്പ് കിട്ടാൻ പോലില്ല, ഒരു ഉണ്ടമ്പുരി കിട്ടാൻ പോലില്ല എന്നുള്ളത്. ഏതായാലും നമ്മുടെ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റിയ പുകാസയുടെ തിരുവനന്തപുരത്തെ ധീരസഖാക്കളെ പേർത്തും അനുമോദിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.